empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനോവയുടെ ഭാര്യയെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ സാംസന്റെ അമ്മയെ കുറിച്ചായിരുന്നു. അവളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെ നമ്മൾ കണ്ടു. സങ്കീർത്തകനായ ദാവീദ് 145 അധ്യായം അവിടെ 13 തിരുവാക്യത്തിന്റെ 2 ഭാഗത്ത് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. ഈ ഒരു തിരുവാക്യം മനോവയുടെ ഭാര്യയുടെ ജീവിതത്തിൽ പരിപൂർണമായും നിറവേറുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം 5 തിരുവാക്യത്തിൽ കർത്താവിന്റെ ദൂതൻ അവളുടെ അടുക്കൽ വന്ന് 2 ദൈവിക വാഗ്ദാനങ്ങൾ അവൾക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി ദൂതൻ പറഞ്ഞു, വന്ധ്യയായിരുന്ന അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. വീണ്ടും ദൂതൻ പറഞ്ഞു, ഈ ഒരു പുത്രൻ ഇസ്രായേലിനെ 40 വർഷം അടിച്ചമർത്തി അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഫിലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഈ ഒരു പുത്രനായിട്ട് അവരുടെ വിടുതൽ ആരംഭിക്കുമെന്ന്. ഈ 2 വാഗ്ദാനങ്ങളും ഒത്തിരിയേറെ പ്രതികൂലങ്ങൾക്കിടയിലാണെങ്കിലും അത് പരിപൂർണമായും നിറവേറുന്നതായി തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വാഗ്ദാനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. എവിടെ എത്രമാത്രം വലിയ പ്രതികൂലത്തിന് മുൻപിലാണെങ്കിലും അവിടെ വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് ഏറ്റു പറയാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് എന്ന് ഏറ്റു പറയാം. പരിശുദ്ധ വചനത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഓരോ വാഗ്ദാനവും എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറുക തന്നെ ചെയ്യും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈ ഒരു ഉറപ്പോടെ, ഈ ഒരു ബോധ്യത്തോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. വഴി തുറക്കുന്ന ദൈവമേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിടുമേ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിടുമേ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ലോക വഴിയെല്ലാം ഞങ്ങളുടെ മുൻപിൽ പൊട്ടി അടയപ്പെടുമ്പോൾ വഴി തുറന്ന് ഞങ്ങൾ നയിക്കുന്നവനാണ് ഞങ്ങളുടെ കർത്താവെന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, പ്രവൃത്തികളിൽ കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനുമാവില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനുമാവില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനുമാവില്ല. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ ഞാൻ. സർവശക്തനാണവൻ, സർവജ്ഞാനിയാണവൻ, തന്റെ കരങ്ങളിൽ സുരക്ഷിതൻ ഞാൻ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിടുമേ. തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിടുമേ. എന്നെ ദിനം തോറും നടത്തിടുമേ. എന്നെ ദിനം തോറും നടത്തിടുമേ. ഞങ്ങളെ നടത്തുന്ന, വഴി നടത്തുന്ന, അടഞ്ഞ വഴികൾക്ക് ഇടയിലൂടെ ഞങ്ങൾക്ക് വഴി ഒരുക്കി കർത്താവെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, പ്രവൃത്തികളിൽ കാരുണ്യവാനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി,
ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഈ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട്, ഈ ഒരു അഭിഷേകത്തിൽ ഞങ്ങൾ വളരുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ ശക്തയായ, ധീരയായ, വിശ്വാസത്തിന് വേണ്ടി വളരെ ശക്തിയായി നിലകൊണ്ട ഒരു സ്ത്രീയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു അമ്മയെക്കുറിച്ചാണ്. നമുക്കറിയാം അപ്പസ്തോലന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കുറിച്ച്. അവരെക്കുറിച്ച് സെബദീ പുത്രന്മാരെന്നാണ് പരിശുദ്ധ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവരുടെ അമ്മ സലോമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. സെബദിയുടെ ഭാര്യയായ യാക്കോബ് സ്ലിഹയുടെയും യോഹന്നാൻ സ്ലിഹയുടെയും അമ്മയായ സലോമിയെ കുറിച്ച് വിശുദ്ധ മർക്കോസ് സ്ലിഹയുടെ സുവിശേഷത്തിലാണ് സലോമി എന്നാണ് ആ അമ്മയുടെ പേരെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റു സുവിശേഷങ്ങൾ നമ്മൾ സമമായി വായിച്ചു വരുമ്പോൾ, ഒരേ സംഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് സലോമിയാണ് സെബദീ പുത്രന്മാരുടെ അമ്മ, അല്ലെങ്കിൽ സെബദിയുടെ ഭാര്യ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം അപ്പസ്തോലന്മാരായ യാക്കോബും യോഹന്നാനും അവർ ആദ്യ ഗണത്തിൽ തന്നെ അപ്പസ്തോലന്മാരുടെ സംഘത്തിലേക്ക് കർത്താവ് തെരഞ്ഞെടുത്തവരാണ്. കർത്താവിന്റെ ഒരു ഇന്നർ കോർ എപ്പോഴും പത്രോസ് സ്ലീഹായും യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹയുമായിരുന്നു കർത്താവിന്റെ ഒരു ഇന്നർ കോറായിട്ട് പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു ഇന്നർ കോറിലേക്ക് സെലക്ഷൻ കിട്ടിയവരായിരുന്നു സെബദീ പുത്രന്മാരായ ഈ രണ്ടു പേരും. മാത്രമല്ല, അപ്പസ്തോലന്മാരിൽ വെച്ച് ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വ മകുടം ചൂടുന്നത് വലിയ യാക്കോബായ സെബദീ പുത്രനാണ്. അതുപോലെ യോഹന്നാൻ സ്ലിഹയെ നമുക്കറിയാം. സുവിശേഷകനായ യോഹന്നാൻ 3 ലേഖനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ രചയിതാവാണ് യോഹന്നാൻ സ്ലിഹ. ഇത്രമാത്രം സഭയ്ക്ക്, എക്കാലത്തുമുള്ള സഭയ്ക്ക് വലിയ സമ്മാനങ്ങൾ നൽകിയ വളരെ ശ്രേഷ്ഠരായ 2 അപ്പസ്തോലന്മാരുടെ അമ്മയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനുമായി പോകുന്നത്. നമുക്ക് മർക്കോസ് സ്ലീഹയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അവിടെ 15-ാം അധ്യായം 40-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അവിടെ 40-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തിരുവചനം എന്താ പറഞ്ഞു തരുന്നത്? മഗ്ദലേന മറിയവും, ഈശോയുടെ മരണസമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് മഗ്ദലേന മറിയവും, യോസേയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും, യോസേയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും, സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ മറ്റു സുവിശേഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സലോമിയുടെ പേരിന്റെ സ്ഥാനത്ത് സെബദീ പുത്രന്മാരുടെ അമ്മയും എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് യോഹന്നാന്റെയും വലിയ യാക്കോബിന്റെയും അമ്മയായ സലോമിയെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. യേശുവിന്റെ മരണസമയത്ത് അവിടെ സലോമി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത്? യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. എന്റെ പ്രിയ സഹോദരങ്ങളെ, സലോമിയുടെ പ്രാധാന്യത്തെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു തിരുവാക്യമാണിത്. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത്, പരസ്യ ജീവിത കാലത്ത് കർത്താവിനോടൊപ്പം, കർത്താവിനെ അനുഗമിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നവരായിരുന്നു ഈ പറഞ്ഞ സ്ത്രീകൾ എല്ലാവരും. അവരുടെ ഒപ്പം ഈ സലോമിയും ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് വെറുതെ വായിച്ചു പോകുമ്പോൾ കാര്യമായി നമുക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ, ആ ഒരു കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അവരുടെ ആ ഒരു സമൂഹത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു തഴയപ്പെടലുകൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്
അവർ എടുത്തിരുന്ന ആ വലിയൊരു സ്റ്റെപ്പ് അതെന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവ് ആരാണെന്ന്, യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് സർവ്വതും ഉപേക്ഷിച്ച് ഈ സ്ത്രീകൾ കർത്താവിന്റെ പിന്നാലെ പോയത്. നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, സെബദിയുടെ ഭാര്യയാണ് ഈ സലോമി. സെബദിയെ നമ്മൾ കാണുന്നുണ്ട്. സെബദി പുത്രന്മാർ വഞ്ചിയിലിരുന്ന് തങ്ങളുടെ അപ്പനോടൊപ്പം ഇരുന്ന് വല നന്നാക്കുമ്പോഴാണ് അവരെ കർത്താവ് വിളിക്കുന്നത്. അവിടെ തിരുവചനം എടുത്തു പറയുന്നുണ്ട്, ആ വഞ്ചി സെബദിയുടേതായിരുന്നു. സെബദിയുടെ ഒപ്പം അദ്ദേഹത്തിന്റെ സേവകന്മാരുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു കുടുംബം അങ്ങനെ തീരെ മോശം ഫിനാൻഷ്യൽ അവസ്ഥയിലുള്ളവരല്ല. സ്വന്തമായിട്ടൊരു വഞ്ചി, സേവകർ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ കുടുംബനാഥയാണ് സലോമി. സലോമി അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു. സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു. എന്നിട്ടും അന്നത്തെ സമൂഹം വലിയ വിലയൊന്നും കൊടുക്കാത്ത നമ്മുടെ കർത്താവിന്റെ പിറകെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ ഈ അമ്മയ്ക്ക് സാധിച്ചെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ തലം എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഗലീലയിലെല്ലാം കർത്താവ് പോകുമ്പോൾ, സുവിശേഷ പ്രസംഗങ്ങളായും അത്ഭുതങ്ങളായും എല്ലാം കർത്താവ് നടന്നു നീങ്ങുമ്പോൾ ആ കർത്താവിന്റെ ഒപ്പം കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ ശുശ്രൂഷിച്ച് സലോമിയും കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എൻ്റെ ഭാവി എന്ത്, ഈ വക ചിന്തകൾ ഒന്നും സലോമിക്ക് ഉണ്ടായിരുന്നില്ല. കർത്താവിൽ പരിപൂർണമായും വിശ്വാസം അർപ്പിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒട്ടി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു സലോമിയുടേത്. അവിടെ ഒത്തിരി പേര് കർത്താവിനെ പുകഴ്ത്തി പറയുന്നവരുണ്ട്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കൊട്ടിഘോഷിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ പേരെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ ആൾക്കാരായിരുന്നിരിക്കാം. എന്നാൽ ആ ഒരു പുകഴ്ചയുടെ നാളുകൾ കഴിഞ്ഞപ്പോഴും കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത്, പീഡാനുഭവ സമയത്ത്, കർത്താവ് കഷ്ടതയിലായിരിക്കുമ്പോഴും സലോമി കർത്താവിനെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ഒത്തിരിയേറെ ശിഷ്യന്മാർ കർത്താവിനെ ആ ഒരു പീഡാനുഭവ സമയത്ത് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്, കർത്താവിനെ ഒറ്റയ്ക്കാക്കി പോകുന്നുണ്ട്. എന്നാൽ സലോമിയെ കുറിച്ച് കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? നമുക്ക് ഒരിക്കൽ കൂടി ആ വചനഭാഗം ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 40-ാം തിരുവാക്യം. ഇതെല്ലാം കണ്ടുകൊണ്ട്, ഇതെല്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഉദ്ദേശിക്കുന്നത്. ഈ സമയം കർത്താവ് മരിച്ചു കഴിഞ്ഞു, കുരിശിൽ കിടന്ന് കർത്താവ് മരിച്ചു കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലേന മറിയവും യോസേയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം പ്രിയമുള്ളവരെ, ആ സമയത്ത് ചുറ്റുമുള്ളവരൊക്കെ എന്തൊക്കെയാ കർത്താവിനെ വിളിച്ചതെന്ന്, എന്തൊക്കെയാ കുറ്റപ്പെടുത്തിയതെന്ന്. വളരെ ഒറ്റപ്പെട്ട ആ ഒരു അവസ്ഥയിൽ കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ അമ്മ മാതാവ് തീർച്ചയായിട്ടും കുരിശിൻ ചുവട്ടിലുണ്ട്, യോഹന്നാൻ സ്ലീഹയൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ഈ സ്ത്രീകൾ അവിടെ കർത്താവിനെ വിട്ടുപിരിയാതെ നിൽക്കണമെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസ ദൃഢത, കർത്താവിനോട് അവർക്കുണ്ടായിരുന്ന ഒരു ആത്മബന്ധം, ആ ഒരു സ്നേഹം, അതെന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നാം ഓരോരുത്തരും നമ്മെ തന്നെ ആ ഒരു അവസ്ഥയിൽ ചിന്തിക്കണം. ഇങ്ങനെ ഇത്രയേറെ പേർ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് ഇത്രയ്ക്കൊന്നും വേണ്ട, കർത്താവിന്റെ ക്രൂശീകരണത്തിലേക്ക് ഒന്നും കടന്നു പോകേണ്ട. വിശ്വാസത്തെ പ്രതി, കർത്താവിനെ പ്രതിയുള്ള നിലപാടുകളെ പ്രതി കുറച്ചു പേർ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മുടെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകുമോ? അവിടെയാണ് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ നമ്മൾ അളക്കേണ്ടത്. അവിടെയാണ് ആ സ്നേഹത്തിന്റെ ആഴം എന്തോരമുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തെ വിട്ടിട്ടിട്ട് പോകുന്നവരാണോ നമ്മൾ? ഇവിടെ സലോമി നമുക്ക് മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുകയാണ്. അത്രയും നാൾ അവർ അനുഗമിച്ചിരുന്ന കർത്താവ് അവിടെ കുരിശിൽ തറച്ച് കിടക്കുകയാണ്. എന്നിട്ടും അവരുടെ പ്രത്യാശ എല്ലാം തകർന്നടിഞ്ഞിരിക്കേണ്ട സമയമാണ്. സലോമി കർത്താവിനെ വിട്ടു പോകുന്നില്ല. അവൾ അവിടെ ദൃഢമായി നിൽക്കുകയാ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ. ആ സ്നേഹത്തോടെ കർത്താവിനോടുള്ള ആ ഒരു ഉറപ്പായ വിശ്വാസത്തിൽ അവൾ അവിടെ നിലകൊള്ളുകയാ. അവിടം കൊണ്ട് തീരുന്നില്ല സലോമിയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. കർത്താവിനെ വീണ്ടും അടക്കുന്നതായി നമുക്കറിയാം. തുടർന്ന് നമുക്ക് 16-ാം അധ്യായത്തിലേക്ക്, വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. അവർ ഒരുക്കത്തിലാണ് കർത്താവിന്റെ ആ ഒരു ശരീരത്തെ അഭിഷേകം ചെയ്യുവാനായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാനും അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കുവാനുമുള്ള ഒരു തിടുക്കത്തിലാണ് അവർ. കർത്താവിനോടുള്ള അവരുടെ സ്നേഹം വീണ്ടും വീണ്ടും അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാബത്ത് ദിവസം ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. തിരുവചനം എന്താ എടുത്തു പറയുന്നത്? സാബത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇതെല്ലാം വാങ്ങി അതെല്ലാം ഒരുക്കി വെക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ എന്താ പറയുന്നേ? ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കലേക്ക് പോയി. അവർ ഒട്ടും സമയം പാഴാക്കുന്നില്ല. ഇവർ സ്ത്രീകളാണ്, പ്രിയമുള്ള സഹോദരങ്ങൾ. അന്നത്തെ യഹൂദ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അസാമാന്യ ധൈര്യം തന്നെ വേണം. അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിനുള്ള പ്രേരക ശക്തി കർത്താവിനോടുള്ള അവരുടെ സ്നേഹമായിരുന്നു. അവർക്ക് കർത്താവിനുണ്ടായിരുന്ന ആ ഒരു വിശ്വാസമായിരുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം നേരം വെളുക്കുന്നതിനൊക്കെ മുൻപ് തന്നെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ആ ഒരു ഗുഹയിലേക്ക് അവർ ഓടുകയാണ്, തങ്ങളുടെ കർത്താവിന്റെ ശരീരത്തെ അഭിഷേകം ചെയ്യുവാനായിട്ട്. കർത്താവിനോടുള്ള ആ സലോമിയുടെയൊക്കെ സ്നേഹം വീണ്ടും വീണ്ടും നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടുകയാണ്. തങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്കോ പ്രതിസന്ധികളിലേക്കോ അല്ലെങ്കിൽ തങ്ങൾ നേരിടാൻ പോകുന്ന തെറ്റിദ്ധാരണകളിലേക്കോ ഒന്നുമല്ല ഇവർ നോക്കിയത്. സലോമിയും കൂട്ടരും എങ്ങോട്ടാ നോക്കിയത്? അവർക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, അതാണ് അവരെ അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ആ ശവകുടീരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമാക്കിയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ശരീരം അവിടെ കാണുന്നില്ല. തുടർന്നുണ്ടായ വലിയ അത്ഭുതകരമായ കൃത്യങ്ങൾക്ക് ആദ്യം തന്നെ സാക്ഷ്യം വഹിക്കാൻ സലോമി ഉൾപ്പെട്ട ആ ഒരു സമൂഹം തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. നമുക്ക് 5ഉം 6ഉം തിരുവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചുപോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഉയിർത്തെഴുന്നേറ്റു എന്ന് ആദ്യം കേട്ടത് ഈ ഒരു സമൂഹമായിരുന്നു. സലോമി ഉൾപ്പെട്ട ഈ ഒരു സമൂഹത്തോടാണ് ദൂതൻ ആദ്യമായിട്ട് ഈ സന്ദേശം നൽകുന്നത്. തുടർന്ന് ഈ സന്ദേശത്തെ ശിഷ്യരോട് പറയാൻ നിയോഗിക്കപ്പെടുന്നതും ഈ ഒരു സലോമി ഉൾപ്പെട്ട സമൂഹമായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ഇത്രയേറെ വലിയൊരു ഭാഗ്യം കിട്ടിയത്? അവർ കർത്താവിനെ വിട്ടുപിരിയാതെ നിൽക്കുന്നതായി നമ്മൾ കണ്ടു. എന്തൊക്കെ വലിയ പ്രതികൂലങ്ങൾ വന്നപ്പോഴും പ്രശ്നങ്ങൾ വന്നപ്പോഴും എന്തൊക്കെ തെറ്റിദ്ധാരണകൾ അവർക്കെതിരെ വന്നപ്പോഴും അവർ കർത്താവിനെ വിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അവർക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. തങ്ങളുടെ കുടുംബത്തെ പ്രതി, കുടുംബത്തിൽ എന്താകും, തങ്ങളുടെ ഭാവി എന്താകും, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. കർത്താവിനെ പ്രതി മാത്രം അവർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാ. അതിനുള്ള വലിയൊരു പ്രതിഫലം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുകയാണ്. കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു എന്ന വലിയ സന്ദേശം ഏറ്റവും ആദ്യം കേൾക്കുന്നവരിൽ ഈ സലോമിയും ഉൾപ്പെടുകയാണ്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കുറ്റവാക്കുകളും നോക്കാതെ, അവരുടെ പ്രീതിക്ക് വേണ്ടി പുറകെ പോകാതെ കർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്താൻ സലോമി തീരുമാനിച്ചപ്പോൾ, അതിനായിട്ട് അവൾ സ്റ്റെപ്പ് വെച്ചപ്പോൾ കർത്താവ് അവൾക്ക് റിവാർഡ് നൽകുകയാണ്. നമുക്ക് നിയമാവർത്തന പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരാം. 31-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ കർത്താവ് നമുക്ക് വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട്. തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ശക്തരും ധീരരുമായിരിക്കുവേൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. കർത്താവിന്റെ ഈ ഒരു ഉറപ്പ് നാം ഓരോരുത്തർക്കും ഉള്ളതാണ് പ്രിയമുള്ളവരെ. ശക്തരായിരിക്കാൻ, ധീരരായിരിക്കാൻ, മറ്റുള്ളവരെ ഭയപ്പെടാതെ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പ്രീതിക്ക് വേണ്ടി നടക്കാതെ കർത്താവിനെ പ്രതി ശക്തരായിരിക്കാനാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ
കർത്താവ് തന്നെ നമ്മുടെ കൂടെ വരുമെന്ന കർത്താവിന്റെ വാഗ്ദാനം. അതല്ലേ സലോമിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്? അതല്ലേ സലോമി നാം ഓരോരുത്തർക്കും നൽകുന്ന ആ ഒരു വലിയ പാഠം? കർത്താവിനെ പ്രതി അവൾ ധീരയായി നിന്നപ്പോൾ, ശക്തയായി നിന്നപ്പോൾ കർത്താവിന്റെ ഈ വാഗ്ദാനം അവളുടെ ജീവിതത്തിൽ നിറവേറുകയാണ്. കർത്താവിന്റെ പരസ്യ ജീവിത കാലത്ത്, വലിയ പ്രതാപവും പ്രൗഢിയും ഒക്കെയുള്ള കാലത്ത് അവൾ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഏറ്റവും ഒറ്റപ്പെട്ട സമയത്ത്, ക്രൂശ് മരണത്തിന്റെ സമയത്തും അവൾ കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടെ കുടീരത്തിൽ കർത്താവിനെ അടക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും അവൾ കർത്താവിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വാങ്ങി ഒരുക്കി അതിരാവിലെ മറ്റാരെയും നോക്കാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് പോവുകയാണ്. അവിടെയെല്ലാം വളരെ ധീരതയോടെ മുന്നേറുന്ന സലോമിയെ നമ്മൾ കാണുന്നത്. കർത്താവിനെ മാത്രം നോക്കി, കർത്താവിനോടുള്ള സ്നേഹം ഏറ്റവും പ്രചോദനമായി ഉൾക്കൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സലോമിയെ. ഈ സലോമി ഇന്ന് നാം ഓരോരുത്തരോടും എന്താ പറയുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പോകാതെ കർത്താവിനെ മാത്രം നോക്കി പോകാനാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. മഗ്ദലന മറിയം, നമുക്കറിയാം, സലോമിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. എത്ര വലിയ സ്റ്റെപ്പുകളാണ് അവരൊക്കെ എടുത്തത്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാവുകയായിരുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവാക്യത്തിൽ വീണ്ടും കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എപ്പോഴാണ്? ശക്തിയോടെ, ധീരതയോടെ, പരിഭ്രമിക്കാതെ, ഭയപ്പെടാതെ കർത്താവിന്റെ വഴിയെ നമ്മൾ പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ്, ഉറപ്പാണത്. ഇന്ന് ആരംഭത്തിൽ നമ്മൾ കണ്ടു, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നൽകുന്ന ഈ ഒരു ആഹ്വാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ, കർത്താവിലുള്ള വിശ്വാസം ഏറ്റു പറയുന്നതിൽ, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പരിഭ്രാന്തി ഉള്ളവരായി, ഭയമുള്ളവരായി നമ്മൾ മാറരുത്. പകരം ശക്തരായിരിക്കാൻ, ധീരരായിരിക്കാനാണ് സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പൗലോസ്ലീഹായും ഇതേ ആഹ്വാനം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അവിടെ 16-ാം അധ്യായം 13-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവേൻ. പൗലോസ്ലീഹ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവേൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവേൻ, പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവേൻ. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ട ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്, അവൻ ധീരനായിരിക്കണം, കരുത്തുള്ളവനായിരിക്കണം, ശക്തനായിരിക്കണം. വെറുതെ എന്തെങ്കിലും വരുമ്പോൾ ഭയപ്പെട്ട് കർത്താവിനെ പ്രതി ഞാൻ നിൽക്കുന്നു എന്ന് പറയാൻ ആ ഒരു പരിഭ്രാന്തി കാണിക്കുന്നവരായി നമ്മൾ മാറരുത്. അത് ഉറപ്പോടെ, ശക്തിയോടെ, ധീരതയോടെ ഏറ്റു പറയാൻ, എന്തൊക്കെ വന്നാലും ഞാൻ കർത്താവിനുള്ളവനാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവളാണെന്ന് പറയാനുള്ള ആ ഒരു ആത്മധൈര്യം, അത് നമുക്കുണ്ടാകണമെന്ന സലോമി നമ്മോട് ആവശ്യപ്പെടുന്നത്. സലോമിക്ക് ഒന്നിന്റെയും കുറവുണ്ടായിരുന്നില്ല, സമ്പത്തിന്റെ കുറവുണ്ടായിരുന്നില്ല, കുടുംബത്തിന്റെ കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കർത്താവിനെ പ്രതി നിലപാടുകൾ എടുത്തു, ധീരതയോട് നിന്നു, ശക്തിയോട് നിന്നു, കർത്താവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നു. അതിനുള്ള പ്രതിഫലം ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവൾക്ക് കിട്ടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മോട് ആഹ്വാനം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ശക്തിയോടെ, ധീരതയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സലോമി, മഗ്ദലന മറിയം, മറ്റ് നമ്മൾ വായിച്ചു കേട്ടവരൊക്കെ നമുക്ക് കാണിച്ചു തന്നതുപോലെ ശക്തിയുള്ളവരായി, ധീരതയുള്ളവരായി, കർത്താവിന് സാക്ഷ്യം നൽകുന്നവരായി നമുക്ക് മാറാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകിയ ആഹ്വാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു കൃപയ്ക്കായി, ശക്തിക്കായി, ധൈര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര
ചെയ്യും. ഹല്ലേലൂയ. മിസ്രയീം വിട്ടത് ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമേ മുൻപിലുണ്ട്. വിശ്വസിക്കുന്നു യേശോ. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടത് ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. യേശോ, ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവെ, എന്തെല്ലാം വന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും അങ്ങേ പിൻപറ്റുവാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയെ, സദോമിയെ പോലെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. മിസ്രയീം ദേശത്തിൽ യൗസേപ്പിൻ കണ്ണുനീർ കണ്ടവരെന്നോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ. സ്വർഗീയ മന്നായി കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോ കൂടെയുണ്ട്. ഹല്ലേലൂയ. പാറയിൽ നിന്നുള്ള ശുദ്ധജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചു കൂടെയുണ്ട്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. ഈശോയെ ആരാധന. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഏറ്റു പറയുന്നു ഈശോയെ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ. സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്. എന്തെല്ലാം വന്നാലും കർത്താവേ, അങ്ങയുടെ പിന്നാലെ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര ചെയ്യും. കൃപ നിറയ്ക്കണമേ ഈശോയെ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അങ്ങ് നൽകുന്ന ബോധ്യങ്ങൾക്കായി, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സലോമിയിലൂടെ കർത്താവ് നൽകിയ ഒരു ആഹ്വാനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. എന്തൊക്കെ വന്നാൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കർത്താവിനോട് ചേർന്നുള്ള എൻ്റെ യാത്രയ്ക്ക് അതൊന്നും ഒരു തടസ്സമാകില്ല എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. വീണ്ടും സലോമിയിലൂടെ കർത്താവ് നൽകുന്ന മറ്റൊരു പാഠവുമായി നമുക്ക് ഒരുമിച്ച് വരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.